ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഇസ്രായേൽ ഫലസ്തീൻ വയലൻസിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇസ്രായേലും ഫലസ്തീൻ തമ്മിലുള്ള സംഘർഷത്തെ പറ്റിയുള്ള ആദ്യ വീഡിയോ ആണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ ആളുകൾ ഇസ്രായേലിലേക്ക് ഒരു റോക്കറ്റ് ആക്രമണം നടത്തി. അപ്പോൾ അന്നേ ദിവസം തന്നെ കരവായു മാർഗമായിട്ട് അവർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി അവിടെ ആക്രമണം നടത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഫലസ്തീൻ ഇസ്രായേൽ വയലൻസ് തുടങ്ങുന്നത്. ഹമാസ് ഇസ്രായേൽ ആയിരുന്ന ഈ സംഘർഷം അത് നേരെ ഹിസ്ബുള്ളയിലേക്കും ഹൂത്തികളിലേക്കും വ്യാപിച്ചു. സിറിയയിലെ ഡമസ്കസിൽ വെച്ച് ഇറാൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതോടുകൂടി ഇസ്രായേലിൻ്റെ പന്ത് ആദ്യം ഇറാനിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതോടുകൂടി ഇറാൻ്റെ ആദ്യ പണി തുടങ്ങി. അപ്പോൾ ഇതോടുകൂടി ഇസ്രായേലിലേക്ക് മിസൈൽ മഴ തുടങ്ങി ഇറാൻ. ഇസ്രായേലിൻ്റെ അയൺ ഡോമും അതുപോലെ UK-യും അമേരിക്കയും ഇത് തടുത്തു എന്നാണ് അവർ പറഞ്ഞത്, IDF വ്യക്തമാക്കിയത്. ഇതിൽ കാര്യമായിട്ടൊന്നും കേടുപാടുണ്ടായില്ല. യഹിയ സിൻവറിനെയും ഹസൻ നസ്രുള്ളയെയും കൊലപ്പെടുത്തിയത് അവ വീണ്ടും ഇറാന് ഒരു പ്രകോപനമുണ്ടാവാൻ കാരണമായി. അങ്ങനെ ഇസ്രായേലിൻ്റെ പന്ത് ഇറാൻ്റെ കോർട്ടിൽ വീണ്ടും എത്തുന്നതോടുകൂടി ഇസ്രായേലിൽ കണ്ടത് ഒരു മിസൈൽ മഴയുടെ പൂരമാണ്. അപ്പോൾ ഏകദേശം 200ഓളം ബാലിസ്റ്റിക് മിസൈൽ ഈ ആക്രമണത്തിൽ പ്രയോഗിച്ചെന്നാണ് ഇറാൻ പറഞ്ഞത്. അപ്പോൾ ഈ ആക്രമണം നടത്തിയത് സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ IDF പറഞ്ഞത് ഭൂരിഭാഗം മിസൈലിനെയും തടുത്തു എന്നാണ്. ഞങ്ങളുടെ വ്യോമസേനയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞു. ജോർദാനും അമേരിക്കൻ നേവിയും ഇതിനെ തടുത്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. മരണവും പരിക്കുകളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അധിനിവേശ ഫലസ്തീനിലെ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. ആൾനാശം കൂടുതൽ ഉണ്ട്, പക്ഷേ ഇതെല്ലാം ഇസ്രായേൽ മൂടിവെക്കുകയാണ്. ഇറാൻ്റെ ആദ്യ അറ്റാക്കിൻ്റെ ഇരട്ടി വ്യാപ്തിയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് US പറഞ്ഞത്. BBC റിപ്പോർട്ട് അനുസരിച്ചിട്ട് ടെല്ലവീവ് ജെറുസലേം നഗരത്തിൻ്റെ മുകളിലൂടെയായിട്ടാണ് ഈ മിസൈൽ പറക്കുന്നത്. നെവാറ്റിം എയർബേസിന് ചുറ്റുമുള്ള പ്രദേശത്തും അതുപോലെ തന്നെ മൊസാദിൻ്റെ ചാര ഏജൻസി ആസ്ഥാനത്ത് നിരവധി മിസൈലുകളാണ് പതിച്ചത്. നിരവധി മിസൈലുകളെ ഇസ്രയേലിൻ്റെയും അമേരിക്കൻ്റെയും പ്രതിരോധ സഖ്യം തടഞ്ഞതായാണ് ഡാനിയൽ അഗേരി പറഞ്ഞത്. ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ നിരവധി വ്യോമത്താവളങ്ങൾക്ക് കേടുപാട് സംഭവിച്ചതായിട്ട് IDF തന്നെ പറഞ്ഞു. ജൂതഭീകര തലവൻ നെതന്യാഹു പറഞ്ഞു, ഇറാൻ ഈ രാത്രി ഒരു തെറ്റ് ചെയ്തു, അതിൻ്റെ പ്രതിഫലം ഞങ്ങൾ നൽകുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞതാണ്, ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്നാണ്. പ്രധാനമന്ത്രിൻ്റെയിലാണ് ഈ 40,000 ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തത്. അപ്പോൾ അത് തെറ്റാകുകയല്ല. ഇറാൻ ഒരു രാത്രി ഇങ്ങനെ ചെയ്തത് അത് തെറ്റ് മാത്രം. അപ്പോൾ ഇസ്രായേലിന് ഇറാനെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 3 ആഴ്ചയോളം കാത്തിരിക്കേണ്ടി വന്നു. ഒക്ടോബർ 26 ശനിയാഴ്ച പുലർച്ചെയാണ് ഇസ്രായേൽ ഇറാനിലേക്ക് നേരിട്ടുള്ള ആദ്യ ആക്രമണം നടത്തിയത്. ഇറാൻ്റെയും അതുപോലെ അതിൻ്റെ പ്രോക്സിയുടെയും ഇറാൻ്റെയും ഹിസ്ബുള്ള അതുപോലെ ഹൂത്തി ഇതുപോലത്തെയുള്ള പ്രോക്സികളുടെയും ആക്രമണങ്ങളുടെ തിരിച്ചടി എന്നാണ് ഈ ഇസ്രായേലി ആക്രമണത്തെ പറഞ്ഞത്. 4 സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇറാൻ പറഞ്ഞത്. ചെറിയ നാശനഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇറാൻ പറഞ്ഞത്. ഇറാൻ്റെ വ്യോമ പ്രതിരോധം ശക്തമായി തടുത്തു എന്നാണ് ഇറാൻ്റെ ആസ്ഥാനം പറഞ്ഞത്. മാരകമായ പ്രഹരമായിരിക്കും ഇസ്രായേലിലേക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് ന്യൂസ് റിപ്പോർട്ടുകളുള്ളത്. ഇറാൻ ഇസ്രായേലിനോട് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തയ്യാറെടുത്തതായിട്ടാണ് US-ൻ്റെ സാറ്റലൈറ്റിൻ്റെ ചിത്രം കാണിക്കുന്നത്. ഇസ്രായേലിൻ്റെയും സഖ്യകക്ഷികളുടെയും ആക്രമണങ്ങൾക്ക് തക്കതായ മറുപടി നൽകും എന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ഹയാത്തുള്ള ഖൊമൈനി പറഞ്ഞത്.